നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാശ്മീരിലെ ഭീകരാക്രമണത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നവർക്ക് പിന്നിൽ രഹസ്യ അജണ്ടയെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് ഗുരുവായൂരിൽ തുടക്കം. വേലൂർ പഴവൂർ ഇടക്കുന്നിയിൽ മണ്ണിടിഞ്ഞ് പാറകളും മരങ്ങളും റോഡിലേക്ക് വീഴുന്നത് പതിവാകുന്നു. റോഡിന് ഇരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 72ാമത് ഉറൂസ് മുബാറക്കിന് സമാപനമായി. നേർച്ച ഭക്ഷണ വിതരണത്തോടെയാണ് ആഘോഷത്തിന് കൊടിയിറങ്ങിയത്. വാർത്തകൾ വിശദമായി. കാശ്മീരിലെ ഭീകരാക്രമണത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നതിന് പിന്നിൽ രഹസ്യ അജണ്ടയെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSും ജമാഅത്തെ ഇസ്ലാമിയും തൊഴിലാളി വർഗ താൽപര്യത്തിന് വിരുദ്ധമായ പ്രസ്ഥാനങ്ങളാണെന്നും എളമരം കരീം കൂട്ടിച്ചേർത്തു. ഗുരുവായൂർ ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PR ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ, M വിജയരാജൻ, KN ഗോപിനാഥ്, TK രാജൻ, UP ജോസഫ്, ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ TB സുബൈർ, CPIM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ TB ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ വലിയ വിജയമാക്കാൻ വേണ്ടി സാധിക്കാറ്. അതിൻ്റെ പ്രധാന കാരണം കേരളത്തിൽ CITU അത്രയും സുശക്തമാകുന്നു എന്നാണ്. മോദി ഗവൺമെന്റ് 3ാമത് അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലാളി വിരുദ്ധ നടപടികൾ ശക്തി കൂടിയിരുന്നു. തൊഴിലാളികളും തൊഴിലാളി താല്പര്യവും ഈ ഗവൺമെന്റിന്റെ പ്രശ്നം കടുത്ത വർഗീയവൽക്കരണത്തിലൂടെ ജനങ്ങളെ വിജയിപ്പിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുവരുന്ന അധികാരത്തിൽ വരിക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. വേലൂർ പഴവൂർ ഇടക്കുന്നിയിൽ മണ്ണിടിഞ്ഞ് പാറകളും മരങ്ങളും റോഡിലേക്ക് വീഴുന്നത് പതിവാകുന്നു. റോഡിന് ഇരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പഴവൂർ ഇടക്കുന്നി റോഡ്. വേലൂരിൽ നിന്നും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലേക്കുമുള്ള റോഡായതിനാൽ നിരവധി വാഹനങ്ങൾ ഇടക്കുന്നി വഴി സഞ്ചരിക്കുന്നു. 300 മീറ്ററോളം ദൂരം വനത്തിനുള്ളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഈ പ്രദേശത്താണ് റോഡരികിലെ കുന്നിൻ ചെരുവിൽ നിന്നും മരങ്ങളും വലിയ പാറകളും ഇടിഞ്ഞു വീഴുന്നത്. മണ്ണിടിഞ്ഞ് നിരവധി മരങ്ങൾ മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. റോഡരികിലെ വലിയ മുളങ്കൂടും ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. മറിഞ്ഞു വീണതിനെ തുടർന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കിയ മരത്തടികൾ റോഡരികിൽ നിന്നും മാറ്റിയിടാത്തതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കുന്നിടിയുന്ന പ്രദേശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും റോഡരികിലെ മരത്തടികൾ നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി നെല്ലുവായ് യൂണിയൻ ഓഫീസിന് സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. പരിക്കേറ്റ നെല്ലുവായ് കള്ളിക്കാട്ടിൽ ഭാസ്കര നിലയം വീട്ടിൽ 72 വയസ്സുള്ള മോഹനകൃഷ്ണ മേനോനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 7:30യോടെയായിരുന്നു അപകടം. ഗുരുവായൂർ ദേവസ്വം 4ാമത് അഷ്ടപതി സംഗീതോത്സവത്തിന് തുടക്കമായി. രാവിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ അഷ്ടപതി സംഗീതോത്സവ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് കലാകാരന്മാരുടെ അഷ്ടപതി അർച്ചന തുടങ്ങി. വൈകിട്ട് 6-ന് വിശേഷാൽ അഷ്ടപതി പഞ്ചരത്ന കീർത്തനം, രാത്രി 7-ന് സാംസ്കാരിക സമ്മേളനം, അഷ്ടപതി പുരസ്കാര സമർപ്പണം എന്നിവ നടന്നു. തുടർന്ന് പുരസ്കാര സ്വീകർത്താവായ തിരുനാവായ ശങ്കരമാരാരുടെ വിശേഷാൽ അഷ്ടപതി കച്ചേരി അരങ്ങേറി.
അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 72ാമത് ഉറൂസ് മുബാറക്കിന് സമാപനമായി. നേർച്ച ഭക്ഷണ വിതരണത്തോടെയാണ് ആഘോഷത്തിന് കൊടിയിറങ്ങിയത്. ശനിയാഴ്ച രാവിലെ മഹാനവറുകളുടെ തറവാട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പതാക സക്കറിയ തങ്ങൾ ഏറ്റുവാങ്ങി. അകലാട് ജുമാ മസ്ജിദ് ഖത്തീബ് പടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ചതോടെ തുടങ്ങിയ ഉറൂസ് മുബാറക്കിന്റെ ആദ്യ ദിനം മക്കാം സിയാറത്തും ചക്കരക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. MIC സ്കൂൾ മാനേജർ കബീർ ഫൈസി ഉദ്ബോധന പ്രസംഗം നടത്തി. വെളിയങ്കോട് ഷാഹുൽ ഹമീദ് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ആബിദ് ഹുദവി തച്ചണ്ണ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. PM മുഹമ്മദ് ഹാജി സംസാരിച്ചു. 27-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ ദിക്കർ ഹൽഖയും മൗലിദ് പാരായണവും ഉണ്ടായി. KV കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി. CT അബ്ദുൾ റഹ്മാൻ അസനി ഉദ്ബോധന പ്രസംഗം നടത്തി. തുടർന്ന് സക്കറിയ ദർവേശിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ഫസലുള്ള സദി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ വഹാബ് നഈമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. സമാപന ദുവാ സമ്മേളനത്തിന് സയ്യിദ് ഫസൽ നഈമി അൽ ജിഫ്രി വടക്കൂട്ട് നേതൃത്വം നൽകി. സമാപന ദിവസമായ തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് തുടങ്ങിയ നേർച്ച വിതരണം ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് ദർവേശ് തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PM മുഹമ്മദ് ഹാജി, ജാബിർ ഹുദവി അകലാട് തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. അകലാട് ദർവേശ് തങ്ങൾ മഖാം ആണ്ടുനേർച്ച ആഘോഷ കമ്മിറ്റി പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. പറയമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ അന്തോണീസിന്റെയും സെബസ്ത്യാനോസിന്റെയും യൗസേപ്പിന്റെയും സംയുക്ത തിരുനാൾ മെയ് 3, 4, 5 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 3 ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ നോവേന എന്നിവയ്ക്ക് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സുപ്പീരിയർ ഫാദർ ബിജു കോലങ്കണ്ടിൽ CMI കാർമ്മികനാകും. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തോയ്ക്കാവ് പള്ളി വികാരി ഫാദർ സെബി കാഞ്ഞിരത്തെങ്കിൽ മുഖ്യ കാർമ്മികനാകും. മുൻ വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ITLA ഫാദർ ജോസ് ചിറപ്പണത്ത് കാർമ്മികനാകും. വൈകിട്ട് 7 മണിക്ക് പാറയമ്പാടം ഇടവക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഗാ ഗാനമേളയും ഉണ്ടാകുമെന്ന് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ MT പോൾസൺ, ജോയിന്റ് കൺവീനർ ജോസഫ് ജോൺ M, ഫിനാൻസ് കൺവീനർ സിറിയക് ജോസഫ്, പബ്ലിസിറ്റി കൺവീനർ ഡെയ്സൺ MC എന്നിവർ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃയോഗം നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റുമാരായ PA മാധവൻ, O അബ്ദുറഹ്മാൻകുട്ടി, KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, DCC ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ വടക്കുമുറി ഗ്രാമീണ വായനശാലയുടെ 51ാം വാർഷികം ആഘോഷിച്ചു. റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർഷികാഘോഷം തൃശൂർ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന രാമചന്ദ്രൻ, CD സൈമൺ, വായനശാല പ്രസിഡന്റ് PR മോഹനൻ, സെക്രട്ടറി VM മനീഷ്, ട്രഷറർ VP ജോയ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. 22ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മാളിക ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ് ഭാഗവതാചാര്യൻ. കാളക്കാട്ട് സാവിത്രി അന്തർജനം സഹ ആചാര്യയാകും. പുല്ലൂർമന ഹരിനമ്പൂതിരി യജ്ഞവേദിയിലെ പൂജകൾക്ക് കാർമ്മികനായി. രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെ ഭാഗവത പാരായണം, പ്രഭാഷണം, തത്വവിചാരം എന്നിവയുണ്ടാകും. തുടർന്ന് സാംസ്കാരിക പരിപാടികളും നടക്കും. സപ്താഹത്തിന്റെ ഭാഗമായി യജ്ഞവേദിയിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാഗോപാല അർച്ചന, കുടുംബക്ഷേത്രത്തിനും സമൂഹ നന്മയ്ക്കും വേണ്ടി സർവൈശ്വര്യ പൂജ എന്നിവയും നടത്തും. മെയ് 4 പ്രസാദ ഊട്ടോടെ സമാപിക്കും. ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ അന്തോണീസിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ മെയ് 2, 3, 4 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഞായറാഴ്ച സെന്റ് ആന്റണീസ് പള്ളിയിൽ തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റവറൻ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് പ്രസ്തേന്തി വാഴ്ചയും ലതീഞ്ഞ്, ദിവ്യബലി, നൊവേന എന്നിവയും ഉണ്ടായി. മെയ് 2 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് അലങ്കാര സ്വിച്ച് ഓൺ കർമ്മം വടക്കേക്കാട് SHO K അനിൽകുമാർ നിർവഹിക്കും. അന്നേ ദിവസം സഹായ വിതരണവും ഇടവക ദിനാചരണവും ഉണ്ടാകും. തുടർന്ന് പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടക്കും.
പാലയൂർ ഇടവക വികാരി ഡേവിസ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച ദിവ്യബലി, കൂടുതുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നിവയും തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പ് വള എഴുന്നള്ളിപ്പും രാത്രി 9:30 സമാപനവും ഉണ്ടാകും. ബാൻഡ് സെറ്റുകളുടെ ഫ്യൂഷൻ കലാപ്രകടനവും വർണ്ണമഴയും അരങ്ങേറും. ഞായറാഴ്ച ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കിയുടെ കാർമ്മികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന ഉണ്ടാകും. പൂമല പള്ളി വികാരി ഫാദർ സിൻഡോ തൊറയൻ, സ്പിരിച്വൽ ഡിവൈൻ ജൂബിലി മിഷനിലെ ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി, സാവിയോ ഹോം മനക്കുടി ഡയറക്ടർ ഫാദർ ആന്റണി കൊള്ളന്നൂർ തുടങ്ങിയവർ പങ്കെടുക്കും. ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും 7 മണിക്ക് ബീഡ്സ് ഓഫ് തൃശൂർ നയിക്കുന്ന ഗാനമേളയും നടക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി, ജനറൽ കൺവീനർ ജോസ് മുട്ടത്ത്, പബ്ലിസിറ്റി കൺവീനർ ഷാരോൺ വെള്ളറ, ട്രസ്റ്റി KT സൈമൺ കൊള്ളന്നൂർ, പ്രോഗ്രാം കൺവീനർ ജോഷി ജോസഫ് M, ജോയിന്റ് കൺവീനർ PT ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ശ്രീ ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. പൂരദിവസമായ ഞായറാഴ്ച വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ പ്രാദേശിക പൂരാഘോഷങ്ങൾ ആരംഭിച്ചു. രാത്രി 6 മണിയോടെ ആന, പൂരം, തെയ്യം എന്നീ ആഘോഷങ്ങളെല്ലാം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. 7:30 ആലങ്കോട് മണികണ്ഠന്റെ നേതൃത്വത്തിൽ മേളത്തോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 11 ഗജവീരന്മാർ അണിനിരന്നു. ഏപ്രിൽ 20-ന് ഉത്സവബലി, 21-ന് പള്ളിവേട്ട, 22-ന് ആറാട്ട് തുടങ്ങിയവ നടന്നിരുന്നു. ഉത്സവ ദിവസമായ ഏപ്രിൽ 27 വരെ വിശേഷാൽ പൂജകൾ, തായമ്പക, മദ്ദളക്കേളി, മേളം, പഞ്ചവാദ്യം തുടങ്ങിയവയുമുണ്ടായി. ഏപ്രിൽ 23, 24, 25 തീയതികളിൽ വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം കൂർക്കൻപാറയിലുള്ള IPC ഗോസ്പൽ സെന്റർ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ജീസസ് വോയ്സ് 2025 എന്ന പേരിൽ മെയ് 2, 3, 4 തീയതികളിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6 മണിക്ക് പൊതുയോഗം ആരംഭിക്കും. ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വിടുതൽ ശുശ്രൂഷയും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 9 മുതൽ ആരാധനാ യോഗവും നടക്കും. സീനിയർ പാസ്റ്റർ KK വർഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർമാരായ സജു ചാത്തന്നൂർ, വർഗീസ് എബ്രഹാം, ജെമി വർഗീസ്, ഷാജി തോമസ് എന്നിവർ പ്രസംഗിക്കും. പ്രസിദ്ധ ഗായകരായ ഇമ്മാനുവൽ ഹെൻറി, യേശുദാസ് ജോർജ് എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്നുമുണ്ടാകും. സമീപ സ്ഥലങ്ങളിലേക്ക് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയതായി ചർച്ച് പാസ്റ്റർ ജെമി വർഗീസ്, സെക്രട്ടറി CG രാജു, ട്രഷറർ പ്രേംരാജ് PK, ജോയിന്റ് ട്രഷറർ സജി ജോർജ്, പബ്ലിസിറ്റി കൺവീനർ റോക്കി PJ എന്നിവർ അറിയിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ 1986 SSLC ബാച്ചിന്റെ സൗഹൃദം 4ാം വാർഷികം സമാഗമം 2025 എന്ന പേരിൽ ആഘോഷിച്ചു. മറ്റം കാക്കശ്ശേരി സമാജം ഹാളിൽ നടന്ന സമാഗമത്തിൽ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷനായി. സെക്രട്ടറി PK സണ്ണി വാർഷിക റിപ്പോർട്ടും ട്രഷറർ ജോജു C ആന്റണി 2024-25 സാമ്പത്തിക വർഷത്തിലെ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി CC ജോസഫ്, ശ്രീനി P അശോകൻ എന്നിവർ സംസാരിച്ചു. വാർഷികാഘോഷത്തിനോടനുബന്ധിച്ച് കൂട്ടായ്മയിലെ അംഗങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ സന്തോഷ് ഇടവനയ്ക്ക് പകരമായി TJ ഇനാശുവിനെ ഉൾപ്പെടുത്തി കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് വില്ലേജ് പ്രദേശത്തേക്ക് അനുവദിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, മെമ്പർ KK മണി, കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KM വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 14,25,704 രൂപയും പഞ്ചായത്ത് വിഹിതമായി 1.5 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി 15,75,704 രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. വെള്ളം വെറുതെ തുറന്ന് കളയാം, എന്നപ്പോൾ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, നമ്മുടെ കിണറിലേക്ക് ഒരു പൈപ്പ് വെച്ച് കളയാം, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ടാവും. വണ്ടി നല്ലോണം വെള്ളമുള്ളതല്ലേ, വണ്ടി നല്ലോണം കഴുകി കളയാം എന്നൊന്നും വിചാരിക്കരുത്. ഞാനിത് ഉപദേശിക്കുകയെന്ന് കരുതരുത്. അത്ര അമൂല്യമായി വില പിടിച്ചതായി വെള്ളം മാറിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിയതാണ്. തീർച്ചയായും നിങ്ങളുടെ പദ്ധതിയായി ഭാവിയിൽ ഇത് കൊണ്ടു നടക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്.
ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമാണ് കഴിഞ്ഞ 8 കൊല്ലക്കാലമായിട്ടുണ്ടായിട്ടുള്ളത്. റോഡുകൾ മിക്കവാറും എല്ലാ PWD റോഡുകളും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അത് 4-5 വർഷത്തേക്ക് കേടുപാട് വരാത്ത വർക്കുകളാണ് എല്ലാം നടത്തിയിട്ടുള്ളത്. തലക്കോട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വായനശാലയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി വായനശാല ഹാളിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടനം കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വത്സൻ നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് P മാധവൻ അധ്യക്ഷനായി. എക്സൈസ് കുന്നംകുളം റേഞ്ച് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സോന ഉണ്ണി ലഹരി വിപത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 2024-25 വർഷത്തെ ഗ്രാന്റ് ഉപയോഗിച്ച് വായനശാലയിലേക്ക് വാങ്ങിയ പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ KA സൈഫുദ്ദീൻ, വായനശാല സെക്രട്ടറി CK മുരളി, വൈസ് പ്രസിഡന്റ് റെനി ജോസ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് പുന്ന ജ്വാല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്ന GMLP സ്കൂളിൽ നടത്തിയ സാംസ്കാരിക സമ്മേളനത്തിൽ 5-6 വാർഡിൽ വിമുക്ത ഭടന്മാരായി സേവനം അനുഷ്ഠിച്ച സുഗതൻ കാഞ്ഞിരപ്പറമ്പിൽ, NR അരവിന്ദാക്ഷൻ, പ്രശസ്ത നാടക നടൻ MB സുധീർ, ചിത്രകലാകാരൻ M രാധ, ആശാവർക്കർമാരായ EK കാഞ്ചന, സീന നൌഷാദ് എന്നിവരെ ആദരിച്ചു. ജ്വാല കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ജ്വാല പ്രസിഡന്റ് AR അബ്ദു അധ്യക്ഷത വഹിച്ചു. 6ാം വാർഡ് കൗൺസിലർ RM ഉമ്മർ, PTA പ്രസിഡന്റ് രഹന റൈഹാൻ, ജ്വാല രക്ഷാധികാരി NK അബ്ദുൽ റഹ്മാൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ജ്വാല സെക്രട്ടറി RM റഹീം സ്വാഗതവും ട്രഷറർ K മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ നൃത്യങ്ങളും അരങ്ങേറി. ലഹരിക്കെതിരെ കളിക്കളങ്ങൾ സജീവമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ബ്രേവ് ബോധി റെസിഡൻസ് അസോസിയേഷൻ വേലൂരും ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതിയും സംയുക്തമായി ബോധി ലൈനിൽ കളിക്കളം ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് തയ്യാറാക്കി. ഒരു കായിക വിനോദം എന്ന നിലയിലും വ്യായാമ ഉപാധി എന്ന നിലയിലും ജനകീയമായ ഷട്ടിൽ മത്സരത്തെ ഉപയോഗപ്പെടുത്തി ഒരു പ്രദേശത്തെ ജനങ്ങളെ ഒന്നാകെ പ്രായലിംഗ ഭേദമില്ലാതെ ഒരു വലക്കിരുപ്പുറവും അണിനിരത്തി പുതിയൊരു മാറ്റത്തിന് തുടക്കമിടുകയാണ് ബ്രേവ്. പൂർണ്ണമായും ലഹരി വിമുക്തരായ വ്യക്തികളെ മാത്രമേ അംഗങ്ങളാക്കൂ എന്ന മാതൃകാപരമായ നിലപാടോടെ പ്രദേശത്തെ വലിയ വിഭാഗം യുവത്വത്തെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞ 23 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഗ്രാസ്വേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഷട്ടിൽ കോർട്ടിന്റെ ഉദ്ഘാടനം ബ്രേവ് പ്രസിഡന്റ് വിനോദ് ദാസ് നിർവഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ ശീർഷേന്ദുലാൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് ലഹരി വിമുക്ത പ്രതിജ്ഞ ചൊല്ലി പ്രവീൺ, ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. തുടർ പ്രവർത്തനമായി വിവിധ പ്രായത്തിലുള്ളവരെ ഉൾപ്പെടുത്തി ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കും. മർത്തങ്കോട് ഗ്രേസ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ തൃശൂർ ജില്ലാ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ബഹ്റൈൻ പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കാരുണ്യ സ്പർശം കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജാബിർ ഉദ്ഘാടനം ചെയ്തു. ഗ്രേസ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ തൃശൂർ ജില്ലാ ചാപ്റ്റർ പ്രസിഡന്റ് കരീം പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ഗ്രേസ് എഡ്യൂക്കേഷണൽ എക്സിക്യൂട്ടീവ് അംഗവും ജീവകാരുണ്യ പ്രവർത്തകനുമായ KK സൈഫുദ്ദീനെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ പൊന്നാട നൽകി ആദരിച്ചു. കർമ്മശ്രേഷ്ഠ അവാർഡ് കരീം പന്നിത്തടം സമർപ്പിച്ചു. ആത്മീയ സദസ്സിൽ ഖാദിരി മുനീർ സുഹരി ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തി. മരത്തങ്കോട് മഹല്ല് ഖത്തീബ് ഷറഫുദ്ദീൻ ഫൈസി, പഞ്ചായത്ത് മെമ്പർ ടെസി ഫ്രാൻസിസ്, EP കമറുദ്ദീൻ, മരത്തങ്കോട് മഹല്ല് പ്രസിഡന്റ് മൊയ്തുട്ടി, പന്നിത്തടം മഹൽ പ്രസിഡന്റ് സിംല ഹസൻ, MK അലവി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടക്കമ്പാൽ പഞ്ചായത്ത് 15ാം വാർഡ് IHDP നഗർ 37 നമ്പർ അങ്കണവാടിയിൽ നിന്നും 27 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അങ്കണവാടി ടീച്ചർ റസിയയ്ക്ക് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗം പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ഉപഹാരം നൽകി ആദരിച്ചു. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും ടീച്ചർക്ക് സമ്മാനങ്ങൾ നൽകി. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പഞ്ചായത്ത് മെമ്പർമാരായ MS മണികണ്ഠൻ, ബിന്ദു മനോഹരൻ, ഖദീജ, രാജി, അങ്കണവാടി ഹെൽപ്പർ നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. റസിയ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. SSF സ്ഥാപക ദിനമായ ഏപ്രിൽ 29-ന് ശരികളുടെ ആഘോഷം എന്ന തലവാചകത്തിൽ കേരളത്തിലെ 125ഓളം വരുന്ന ഡിവിഷൻ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി സമ്മേളനങ്ങളുടെ ഭാഗമായി കുന്നംകുളം ഡിവിഷൻ സമ്മേളനം കേച്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി യൂണിറ്റ് സെക്ടർ കേന്ദ്രങ്ങളിൽ വ്യാപകമായ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകും. ലഹരി ഉപയോഗത്തിന്റെ മാരക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമൂഹത്തെ ഉണർത്തുന്ന വോയിസ് ഓഫ് ഹോപ്പ് പദ്ധതിയും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും ലഹരി ഉൾപ്പെടെയുള്ള
സാമൂഹിക തിന്മകളെ അത് സാമാന്യവൽക്കരിക്കുന്നതിനെ പറ്റിയും വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്ന സ്ട്രീറ്റ് പൾസും യൂണിറ്റുകളിൽ നടക്കും. കൂടാതെ സെക്ടർ കേന്ദ്രങ്ങളിൽ സേ നോ ലെറ്റ്സ് ഗോ എന്ന പേരിൽ ആന്റി ഡ്രഗ് മാരത്തോണും സംഘടിപ്പിക്കുന്നു. പുതിയ കാലത്തെ ലഹരി, സൈബർ ക്രൈമുകളുടെ ആധിക്യത്തിൽ സമൂഹത്തിൽ ഈ ശരിയുടെ മുദ്രാവാക്യത്തിന് കൂടുതൽ പ്രസക്തിയുണ്ടെന്നും SSF കുന്നംകുളം ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഷിബിലി അതിന് എരുമപ്പെട്ടി, ജനറൽ സെക്രട്ടറി മുഹമ്മദ് നവാസ് AS പെരുമ്പിലാവ്, ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് നിയാസ് അദനി പഴവൂർ, സെക്രട്ടറി മുഹമ്മദ് ത്വയ്യിബ് സഖാഫി ഇയലക്കാട് എന്നിവർ അറിയിച്ചു. നീണ്ടൂർ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, നീണ്ടൂർ മസ്ജിദ് നൂറാനിയ ആൻഡ് ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസയും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. നീണ്ടൂർ ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസയിൽ നടത്തിയ ക്യാമ്പ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ ഉദയ ക്ലബ് പ്രസിഡന്റ് ജിത്ത് കൃഷ്ണൻ, ഭാരവാഹികളായ പ്രവീൺ, ആരിഫ്, ദീക്ഷിത്, റിയാസ്, റിൻഷാദ്, ഷെഫീഖ് എന്നിവർ നേതൃത്വം നൽകി. ക്ലബ് അംഗങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും തീവ്രവാദ വിരുദ്ധ സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തു. ഗുരുവായൂർ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ബാലൻ വാർനാട്ട് ഉദ്ഘാടനം ചെയ്തു. KPGD ജില്ലാ വൈസ് ചെയർമാൻ VK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ശശിധരൻ വയലത്തൂർ, കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ വൈസ് ചെയർപേഴ്സൺ ശൈലജ വിശ്വനാഥൻ, സംസ്കാര സാഹിതി ജില്ലാ വൈസ് ചെയർമാൻ ശശി വാർനാട്ട്, KPGD ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ S നായർ തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ കമാൽ, ജാഥ ക്യാപ്റ്റൻ ആയാണ് പനന്തറ സെന്ററിൽ നിന്നും പദയാത്ര ആരംഭിച്ചത്. സെക്രട്ടറി OK റഹീം ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി. പഞ്ചായത്ത് സെക്രട്ടറി സാദിഖ് തറയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന് പ്രോഗ്രാം കൺവീനർ ഹനീഫ കുറ്റിയാട്ടയിൽ നന്ദി പറഞ്ഞു. സൈനുദ്ദീൻ ഫലാഹി, അഡ്വക്കേറ്റ് യൂസഫ്, അബ്ദുൾ സമദ് അണ്ടത്തോട്, സാദിഖ് തറയിൽ, കരീം മടുവത്തയിൽ, ഹനീഫ കുറ്റിയാട്ടയിൽ തുടങ്ങിയവർ വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ സംസാരിച്ചു. കാട്ടകമ്പാൽ കരിയമ്പ്ര ശ്രീഭദ്ര ബാലഗോകുലത്തിന്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടന്നു. അനിൽ കണ്ടംപുള്ളി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ VR ശ്രീലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മശാന്തിക്കായി മൗന പ്രാർത്ഥന നടത്തി. പുന്നൂർകുളം ഖണ്ഡ് സംഘചാലക് മുരളീധരൻ കുടുംബ പ്രബോധനം നടത്തി. ബാബു അയോധ്യ ഗോകുല സന്ദേശം നൽകി. തുടർന്ന് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രമേശ്, ഷെഫീഖ് എന്നിവർ ചേർന്ന് ക്ലാസുകൾ എടുത്തു. അമ്മമാരുടെ തിരുവാതിരക്കളി, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. വിസ്ഡം ജില്ലാ മദ്രസ ഇവാലുവേഷൻ ക്യാമ്പ് ആൽത്തറ ടൗൺ ജുമാ മസ്ജിദിൽ നടത്തി. വിസ്ഡം സംസ്ഥാന സേവാസമിതി അംഗം ഷിഹാബ് എടക്കര ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രതിനിധി ഉമ്മർ ഫാറൂഖി, അബ്ദുൽ ലത്തീഫ് പുന്നൂർകുളം, ഡോക്ടർ നെഹിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,940 രൂപ, പവന് 71,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം കോട്ടപ്പടി 10+ നഗറിൽ താമസിക്കുന്ന പട്ടണത്ത് ചന്ദ്രൻ നിര്യാതനായി 71 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. പരേതയായ മാധവി ഭാര്യയാണ്. സുഭാഷ്, സുസ്മി എന്നിവർ മക്കളാണ്. പോർക്കുളം MKM UP സ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകൻ കോലാടി വടക്കൂട്ട് ജോസഫ് നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11:30 മാർ ആദാശ്ലീഹ പള്ളി സെമിത്തേരിയിൽ നടക്കും. കാട്ടകമ്പൽ EMLP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക റൂബി ഭാര്യയാണ്. രേഖ, രശ്മി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാശ്മീരിലെ ഭീകരാക്രമണത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നവർക്ക് പിന്നിൽ രഹസ്യ അജണ്ടയെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് ഗുരുവായൂരിൽ തുടക്കം.
വേലൂർ പഴവൂർ ഇടക്കുന്നിയിൽ മണ്ണിടിഞ്ഞ പാറകളും മരങ്ങളും റോഡിലേക്ക് വീഴുന്നത് പതിവാകുന്നു. റോഡിനിരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ. അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 72ാമത് ഉറൂസ് മുബാറക്കിന് സമാപനമായി. നേർച്ച ഭക്ഷണ വിതരണത്തോടെയാണ് ആഘോഷത്തിന് കൊടിയിറങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.